വെൽക്കം ടു വിസ്ഡം ലേണിംഗ് മാത്സ് ക്ലാസ്സസ്. ഇന്നത്തെ വീഡിയോ പോളാർ ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് മെൻറ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിൽ കിടക്കുന്നു. പോളാർ ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ. ആദ്യം നമുക്ക് പരിചയപ്പെടാം എന്താണ് പോളാർ ഫോം. പോളാർ ഫോം, കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുമ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പം ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതോടൊപ്പം നമ്മൾ തന്നെ പഠിക്കുന്നൊരു ഫോർമുലയാണ് ഊളേഴ്സ് ഫോർമുല. ഊളേഴ്സ് ഫോർമുല എന്താണ്? ഊളേഴ്സ് ഫോർമുല ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഊളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇ റേസ് ടു ഐ തീറ്റ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം യൂളേഴ്സ് ഫോമിൻ്റെ ഇ റേസ് ടു ഐ തീറ്റ കൊടുക്കുന്നു. ഇ റേസ് ടു ഐ തീറ്റ. ദിസ് ഈസ് കാൾഡ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ. എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസഡ്. ക്ലിയർ? ദെൻ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് പോളാർ ഫോം. ഇൻ പോളാർ ഫോം we get infinitive number of exponential form. എക്സ്പോണൻഷ്യൽ ഫോം അതെങ്ങനെയാണ് കിട്ടുന്നത്? തീറ്റയുടെ വാല്യൂ, തീറ്റ ഈസ് ഡിഫർ by multiples of 2π. 2πയുടെ ഡിഫറൻസിൽ നമുക്ക് തീറ്റയുടെ വാല്യൂസ് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ തീറ്റ 2 ഈസ് ഈക്വൽ ടു തീറ്റ 1ൻ്റെ കൂടെ എന്ത് കൂട്ടണം? 2π കൂട്ടണം. അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു തീറ്റ 2 കിട്ടും. ഇനി എന്താണ്? തീറ്റ 3 എന്ന് പറയുമ്പോൾ തീറ്റ 2 പ്ലസ് 2π എന്ന് കിട്ടും. അപ്പോൾ അതെന്താണ്? തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റ 1 പ്ലസ് 2π ആണ്. അപ്പോൾ തീറ്റ 2ന് പകരം നമുക്ക് തീറ്റ 1 പ്ലസ് ഈ 2πയും ഈ 2πയും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4π കിട്ടും. അങ്ങനെ നമുക്ക് സോൺ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതിയാൽ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ. തീറ്റ എങ്ങനെയാണ്? തീറ്റ ഇങ്ങനെ പോകുന്നുണ്ട്. തീറ്റ എൻ വരെ പോവും. തീറ്റ എൻ വരെ പോവും. അപ്പോൾ എന്ത് കിട്ടും? ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2πn. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2πn, വേർ എൻ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആവാം, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3, എക്സെട്ര. നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാല്യൂ ഓഫ് ആർ. നെക്സ്റ്റ് വൺ, വാല്യൂ ഓഫ് ആർ. എന്താണ് ആർ? ആർ എന്ന് പറയുന്നത് നമുക്കറിയാം മോഡ് ഓഫ് ഇസഡ് ആണ്, മോഡ്ലെസ് ഓഫ് ഇസഡ് ആണ്. പക്ഷേ ഇസഡ് എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആർ ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു
ഇ റേസ് ടു ഐ തീറ്റ ആണെന്നറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ മോഡ് ഇസഡ് ആണല്ലോ ആർ എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഇസഡ് കണ്ടുപിടിക്കാൻ എന്താണ്? ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്. ടേക്ക് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് കിട്ടി? മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ആർ ഇൻറ്റു മോഡ് ഇ റേസ് ടു ഐ തീറ്റ. എന്താണ് ഇ റേസ് ടു ഐ തീറ്റ? യൂളേഴ്സ് ഫോം പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ളതാണ് യൂളർ ഫോമിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം മോഡ് ആറ് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് 0i എന്ന് എഴുതാം. മോഡുലസ് എടുത്തിട്ടില്ല. അപ്പോൾ 0 + 0i ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം എന്തെടുക്കാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇനി മോഡുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു മോഡുലസിൻ്റെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ്റെ മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് മോഡുലസ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ, ഓർ ആർ ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ്. ആർ ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? അടുത്ത നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇസഡ് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫോം. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ രണ്ട് സൈഡും ടേക്ക് ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ദ ഹോൾ റേസ് ടു ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻവേഴ്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ഓഫ് മൈനസ് തീറ്റ. ഇസഡ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/r ഇ റേസ് ടു ഐ ഓഫ് മൈനസ് തീറ്റ. ദാറ്റ് മീൻസ് ഇസഡ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഓഫ് മൈനസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ. ഇനി എന്താണ് യൂളേഴ്സ് ഫോർമുല പറയുന്നത്? എന്താണ് യൂളേഴ്സ് ഫോർമുല? ഇ റേസ് ടു ഐ ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ ഓഫ് മൈനസ് തീറ്റ. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുമല്ലോ. അപ്പം ഫൈനൽ ആൻസർ എന്താണ്? ഇസഡ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് ഐ മൈനസ് സൈൻ തീറ്റ. ഇ റേസ് ടു ഐ മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ ഓഫ് മൈനസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ. ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഫോം ഓഫ് ദ multiplicative inverse of the exponential form. Multiplicative inverse of the exponential form. ഇനി നമുക്ക് ഇവയുടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? Z1 എന്ന് പറയുന്നത് R1 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ 1 ആൻഡ് Z2 എന്ന് പറയുന്നത് R2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ 2. അപ്പോൾ ഈ Z1 ഇൻറ്റു Z2 കണ്ടുപിടിക്കുന്നതിന് Z1 ഇൻറ്റു Z2 ഈസ് ഈക്വൽ ടു R1 ഇ റേസ് ടു ഐ തീറ്റ 1 ഇൻറ്റു R2 ഇ റേസ് ടു ഐ തീറ്റ 2. So this is written as R1 into R2 into e raised to
I theta 1 plus I theta 2. That is equal to R1 R2 into e raised to രണ്ടിലും I കോമൺ എടുക്കാമല്ലോ I into theta 1 plus theta 2. This is the product of the two exponential form of the two complex numbers. Z1 into Z2 is equal to R1 into R2 into e raised to I theta 1 plus theta 2. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നന്ദി, നമസ്കാരം.